സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതവും നന്ദി അറിയിച്ചുകൊണ്ട് ഒരു വചനം വായിക്കുന്നു. പ്രാർത്ഥനയോടെ ഈ വചനം നമുക്ക് ധ്യാനിക്കാം. 2 തിമോഥെയോസ് 4-ാം അധ്യായം 7-ാം വാക്യം. 2 തിമോഥെയോസ് 4-ാം അധ്യായം 7-ാം വാക്യം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട തിരുവചനം അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസ് എന്ന ദൈവദാസന് എഴുതിയ ഉപദേശമാണ്. ഈ ഉപദേശത്തിൽ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസ് എന്ന ദൈവദാസനെ പ്രബോധിപ്പിക്കുന്നത് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായ ആ യുദ്ധസമാനമായ ജീവിത സാഹചര്യത്തെ താൻ എങ്ങനെ നേരിട്ടു എന്നുള്ളതാണ്. അതൊരു പോർ ആയിരുന്നു, അഥവാ യുദ്ധമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പോരിൽ താൻ ശക്തിയുക്തം പൊരുതു എന്നാണ് പറയുന്നത്. യുദ്ധസേവ എന്ന് പറയാം. തുടർന്ന് ഒരു ഓട്ടക്കളത്തിലെ മത്സരം പോലെ തൻ്റെ ജീവിതത്തെ ചിത്രീകരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ മത്സരങ്ങളുണ്ടായ അവസ്ഥയായും അദ്ദേഹം തൻ്റെ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ വീക്ഷിക്കുന്നു. അവസാനമായി ഈ ജീവിതയാത്രയ്ക്ക് ദൈവം നൽകുന്ന അവാർഡ്, കിരീടം, അതിനെ അദ്ദേഹം സൂചിപ്പിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒളിമ്പിക്സിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു മാരത്തോൺ ഓട്ടം സംഘടിപ്പിച്ചത് വായിക്കുവാനിടയായി. അതിലെ ഒരു കായിക താരം ദിവസവും പ്രഭാതത്തിലും വൈകുന്നേരവും തൻ്റെ ഭർത്താവിനൊപ്പം മത്സരത്തിന് പരിശീലനം നടത്തുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ ഓട്ടം ആരംഭിക്കുമ്പോൾ തന്നെ അവളുടെ കാലുകൾ വേദനിക്കുവാനിടയാകും. അപ്പോൾ അവൾ ഓട്ടത്തിൻ്റെ വേഗത കുറയ്ക്കും. ആ സമയം അവളുടെ ഭർത്താവ് അവളുടെ അടുക്കൽ നിന്ന് അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, ഓടുക, നിനക്ക് ഈ ഓട്ടം പൂർത്തീകരിക്കുവാൻ കഴിയുമെന്ന് അവളെ ഉത്സാഹിപ്പിക്കുമായിരുന്നു. ഒളിമ്പിക്സ് മത്സരം വന്നെടുത്തു. തൻ്റെ ഊഴം വന്നപ്പോൾ അവൾ സമയം പാഴാക്കാതെ ആ മത്സര സ്ഥലത്തേക്ക് പോകുവാനിടയായി. ഓട്ടമത്സരം ആരംഭിക്കുകയായി. അവൾ മുമ്പോട്ട് കുതിച്ചു. പെട്ടെന്ന് പതിവ് പോലെ അവളുടെ കാലുകൾക്ക് വേദനയുണ്ടായി. ഒരടി പോലും മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ അവൾ ക്ഷീണിതയായി. ആ സമയം ഗ്യാലറിയിലിരുന്ന തൻ്റെ ഭർത്താവിനെ അവൾ ഒന്ന് നോക്കുവാനിടയായി. ആ സമയം പരിശീലന സമയത്തെന്ന പോലെ അദ്ദേഹം കൈകൾ വീശിക്കൊണ്ട്, ഓടുക, ഓടുക, നീ ഈ ഓട്ടം പൂർത്തീകരിക്കും, നീ വിജയിക്കും എന്നവളെ കൈയാട്ടി പ്രോത്സാഹിപ്പിച്ചു. അവൾ വേദന മറന്ന് വീണ്ടും ഓടുവാൻ തുടങ്ങി. സ്വർണ്ണ മെഡലിന്
അർഹയാവുകയും ചെയ്തു. ജീവിതയാത്രയിൽ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് ഒരു പ്രോത്സാഹനം. ഭാര്യയ്ക്ക്, ഭർത്താവിന്, സഹോദരങ്ങൾക്ക്, കൂടെയുള്ളവർക്ക്, കൂടെ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ നാം ഒരു വാക്കാൽ നൽകുന്ന ഒരു പ്രോത്സാഹനം അവരുടെ ജീവിതം ധന്യമായി തീരുന്നതിന് കാരണമാകും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു നീ ജയമെടുത്തു വിരുദു പ്രാപിക്കാം. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു നീ ജയമെടുത്തു വിരുദു പ്രാപിക്കാം. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോടെതിർത്തു നിന്നു വിജയം നേടുവാൻ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോടെതിർത്തു നിന്നു വിജയം നേടുവാൻ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചോർ നിത്യയുഗങ്ങൾ വാഴും സ്വർഗ സിയോനിൽ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചോർ നിത്യയുഗങ്ങൾ വാഴും സ്വർഗ സിയോനിൽ.